കാസർകോട്ടെ ഉദുമ നിയമസഭാ മണ്ഡലത്തിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിലിനെ കോൺഗ്രസ് പരിഗണിക്കുന്നു. കെ നീലകണ്ഠൻ, ബി.പി. പ്രദീപ് കുമാർ എന്നിവരുടെ പേരും സജീവ ചർച്ചയിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം ഉദുമയിൽ നേട്ടമുണ്ടാക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് യു.ഡി.എഫ് നേതൃത്വം. ഷഫീഖ് നസ്രുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഷഫീഖ്, എന്തൊക്കെയാണ് യു.ഡി.എഫിന്റെ പ്രതീക്ഷകൾ? ജീന, കാസർഗോഡ് ഉദുമ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായി CPM വിജയിക്കുന്ന നിയമസഭാ മണ്ഡലമാണ് ഉദുമ. ആ ഉദുമയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷം മുന്നേറ്റമുണ്ടാക്കാൻ UDF-ന് സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും UDF നേട്ടമുണ്ടാക്കി. 2 പഞ്ചായത്തുകൾ LDF-ൽ നിന്ന് പിടിച്ചെടുക്കാൻ UDF-ന് സാധിച്ചു. ഇതൊക്കെ നേട്ടമാവും എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ UDF ഉള്ളത്. അതുകൊണ്ട് സജീവമായ പ്രവർത്തനം UDF ഈ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കാനുള്ളൊരു തീരുമാനമുണ്ട്. ഇപ്പോൾ നേരത്തെ DCC പ്രസിഡന്റായിരുന്ന KPCC-യുടെ ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിലിൻ്റെ പേരാണ് സജീവമായി പരിഗണനയിലുള്ളത്. ഹക്കീം കുന്നിലിന് സീറ്റ് നൽകും എന്നൊരു സൂചന ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, ജില്ലയിലെ മുതിർന്ന നേതാവ് നീലകണ്ഠൻ്റെ പേര് ഉയരുന്നുണ്ട്. അതോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായിരുന്ന ഇപ്പോൾ DCC-യുടെ വൈസ് പ്രസിഡന്റായ BP പ്രദീപ് കുമാറിൻ്റെ പേരും സജീവമായി പരിഗണിക്കുന്നുണ്ട്. ഈ ഉദുമ ഇത്തവണ തിരിച്ചു പിടിക്കണം എന്നതാണ് UDF കാണുന്നത്. അതിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടായത് ഇത്തവണ ഗുണം ചെയ്യും എന്ന് UDF കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ചെമ്മനാട് പഞ്ചായത്തിൽ UDF-ന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്താണ്. അവിടെ UDF-ന് വോട്ട് വർദ്ധിപ്പിക്കാനാവും എന്നതാണ് UDF-ൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതോടൊപ്പം നേരത്തെ LDF-ൻ്റെ കയ്യിലുണ്ടായിരുന്ന ദേലമ്പാടി, മുളിയാർ, ഉദുമ ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനും അതോടൊപ്പം ഭരണം തിരിച്ചുപിടിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണമാവും എന്ന് UDF കണക്ക് കൂട്ടുന്നുണ്ട്. പ്രതിപക്ഷമില്ലാതിരുന്ന CPM-ന് മാത്രം വലിയ സ്വാധീനമുള്ള ബേഡെടുക്കം ഗ്രാമപഞ്ചായത്ത്, ആ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ UDF-ന് സാധിച്ചു. ആ പഞ്ചായത്തിൽ UDF-ന് വോട്ട് ലഭിക്കും എന്നതാണ് UDF കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം കുറ്റിക്കോൽ പഞ്ചായത്തും CPM-ന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്താണ്. അവിടെയും UDF-ൻ്റെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ആ രൂപത്തിലും ഇപ്പോൾ വർധനവുണ്ടാവും ഇത്തവണ. അതൊക്കെ ഗുണം ചെയ്യും എന്നതാണ് കാണുന്നത്. പള്ളിക്കര പഞ്ചായത്താണ് LDF-ന് ലഭിച്ചത്. പക്ഷേ ഒരു വാർഡിൻ്റെ മാത്രം മെച്ചത്തിലാണ് ഈ പള്ളിക്കര ഗ്രാമപഞ്ചായത്തിൽ LDF-ന് നേട്ടമുണ്ടാക്കാനായത്. അവിടെയും വലിയ തോതിൽ UDF-ന് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണമാവും, വിജയിക്കാനാവും. ഒരു അട്ടിമറി വിജയം ഉദുമയിൽ സാധ്യമാണ് എന്നതാണ് UDF കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടൽ. അതിൽ DCC-യുടെ മുൻ പ്രസിഡന്റ്, ഇപ്പോൾ KPCC-യുടെ ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ ഉദുമ പള്ളിക്കര സ്വദേശിയാണ്. അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ ആ ഭാഗങ്ങളിലുള്ള വോട്ടുകൾ ഏകീകരിക്കാനും വിജയത്തിൽ അത് സാധ്യമാവും എന്നതാണ് ഒരു കണക്കുകൂട്ടൽ. സമാനമായ സ്വഭാവത്തിൽ തന്നെ യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റായിരുന്ന ഇപ്പോൾ DCC-യുടെ വൈസ് പ്രസിഡന്റായ BP പ്രദീപ് കുമാറിൻ്റെ പേരും സജീവമായ പരിഗണനയിലാണ്, ചർച്ചയിലുണ്ട്. അതോടൊപ്പം നീലകണ്ഠൻ്റെ പേരും സമാനമായ സ്വഭാവത്തിൽ ചർച്ചയിലുണ്ട്. ഈ 3 പേരുകളിൽ ഹക്കീം കുന്നിലിൻ്റെ പേരാണ് ഏറ്റവും സജീവമായി പരിഗണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 3 പേരുകളിൽ ഒരാൾ ഹക്കീം കുന്നിലിൻ്റെ ഒരു സാധ്യത UDF കേന്ദ്രങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്. ജിന.